പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും. 343 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലാണ് പ്രധാന മത്സരം. അതേസമയം കാനഡയെ അമേരിക്കയുടെ 59ാമത് സ്റ്റേറ്റാക്കാൻ പിന്തുണയ്ക്കുന്നവരെ തെരഞ്ഞെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. വിവരങ്ങളുമായി ഐസിൻ ജോസ് ഉണ്ട്. ഐസിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിയോടുകൂടി ആദ്യ ഫല സൂചനകൾ കാനഡയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ചില പ്രാഥമിക സൂചനകൾ അനുസരിച്ച് നേരത്തെ നടന്ന എക്സിറ്റ് പോളുകളിലും അതുപോലത്തുള്ള പ്രവചനങ്ങളിലെല്ലാം തന്നെ വിജയം കൺസർവേറ്റീവ് പാർട്ടിയോടൊപ്പം ആകുമെന്ന ഒരു സൂചനയാണ് ലഭിച്ചിരുന്നത്. വലിയൊരു മുന്നേറ്റം കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടാകും. 10 വർഷത്തെ ലിബറൽ പാർട്ടിയുടെ ഭരണം അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ഭരിച്ചിരുന്ന ആ ഒരു 10 വർഷത്തെ കാലാവധിക്ക് അവസാനം ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി ഏറ്റവും പുതിയ റിസൾട്ടുകൾ ട്രെൻഡുകളുടെ ചിലയിടങ്ങളിലെങ്കിലും വോട്ടെണ്ണൽ ആരംഭിച്ചെടുത്തുനിന്ന് വന്ന ട്രെൻഡുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരെ തിരിച്ചാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ 10 മണിയോട് കൂടി മാത്രമേ കൃത്യമായ ഒരു സൂചനകളും ഫലസൂചനകളും അതുപോലെ തന്നെ കൃത്യമായ ഒരു ദിശയും തെരഞ്ഞെടുപ്പിന്റെ ദിശയും മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി വന്ന റിസൾട്ടുകളിൽ കാര്യമായി വിശ്വസിക്കേണ്ടതില്ല അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നേരത്തെ ദൃശ്യം സൂചിപ്പിച്ചതുപോലെ കാനഡയെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗത്തെ തെരഞ്ഞെടുക്കണമെന്നൊരു നിലപാടും ആശംസകളും അറിയിച്ചുകൊണ്ട് ട്രംപിന്റെ ഒരു പോസ്റ്റ് പുറത്തു വന്നിരുന്നു. ട്രൂത്തിൽ അദ്ദേഹം പങ്കുവച്ചൊരു പോസ്റ്റും പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ പലതവണ ട്രംപ് സൂചിപ്പിച്ചതുപോലെ വൻതോതിൽ നികുതി ഇളവുകളും സൈനിക ചെലവുകളുടെ കുറവുമെല്ലാം ലഭ്യമാകും. വൻതോതിൽ സ്റ്റീലും കാറും അതുപോലെ തന്നെ വൈദ്യുതി നേരത്തെ വലിയ വിഷയമായതായിരുന്നു. കാനഡയിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതി സംബന്ധിച്ച് അമേരിക്കയിൽ അക്കാര്യത്തിലെല്ലാം തന്നെ വലിയ മാർക്കറ്റ് കാനഡയ്ക്ക് ലഭ്യമാകുമെന്നും മികച്ച ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധിക്കുമെന്നും രാജ്യത്ത് രണ്ട് രാജ്യങ്ങളും ചേർന്ന് മുന്നേറാൻ സാധിക്കുമെന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനെ അനുകൂലമായി നിലപാടെടുക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനവും ട്രംപ് നടത്തുന്നതോടെ വീണ്ടും ഇക്കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് തന്നെയായാലും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായ ഒരു ഭരണമായിരുന്നു കാനഡയിൽ നിലനിന്നിരുന്നത്. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് ശേഷം മാർക്ക് കാർണി അധികാരത്തിലെത്തുകയും ചെയ്തു. മാർക്ക് കാർണി അധികാരത്തിലെത്തിയ ഏതാണ്ട് 6 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൃശ്യ ഐസിൻ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.